അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമളാനിൻ്റെ 21ാമത്തെ നോമ്പിൻ്റെ പ്രഭാതത്തിലാണ് നാം ഏവരുമുള്ളത്. വളരെ സുപ്രധാനമായ ദിവസങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവസാന 10ൻ്റെ പ്രത്യേകതയായി നബിതങ്ങൾ പറഞ്ഞത് വആഖിറുഹു ഉഇതുകും മിനൻ നീറാൻ, നരകമോചനത്തിൻ്റെ 10 അള്ളാഹു നരകവാസികളായ ധാരാളം ആളുകളെ ഈ 10 ദിവസത്തിൽ സ്വർഗത്തിലാക്കും. നാം ഓരോരുത്തരുടെയും ഇപ്പോൾ ഏതവസ്ഥയിലാണെന്ന് പടച്ചവൻ്റെ അടുക്കൽ കണക്കുണ്ട്. നരകവാസികളിലാണോ സ്വർഗവാസികളിലാണോ നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ എത്തിച്ചിരിക്കുന്നത്. നരകവാസികളിലെങ്ങാനുമാണെങ്കിൽ അത് സ്വർഗത്തിലേക്ക് ആക്കുവാനുള്ള 10 ദിവസങ്ങൾ, അസുലഭമായ ഓഫറിൻ്റെ 10 ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നരകത്തെ കൂടുതലായി പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജിൻ്റെ യാത്രയിൽ നരകം കാണിക്കപ്പെട്ടു. നബിയോട് ചോദിക്കപ്പെട്ടു, നബിയെ, നരകത്തിൻ്റെ അവസ്ഥ എന്താണ്? അവിടുന്ന് പറഞ്ഞു, നരകമാരെങ്കിലും ഒരു വട്ടം കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും അവിടെ വരാതിരിക്കാനുള്ള മുഴുവൻ കാര്യങ്ങൾ അവർ ചെയ്താനെ. അത്രയും ഭീതിയാണ്, അത്രയും ഭയാനകമാണ് നരകമെന്നുള്ളത്. നരകത്തിൻ്റെ തീയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, നരകത്തെ കത്തിക്കപ്പെട്ടു. ഊക്കിദ അലന്നാരി അൽഫസന, 1000 വർഷം നരകത്തെ കത്തിക്കപ്പെട്ടു. ഹത്തഹ്മറത്ത്, നരകത്തിൻ്റെ നിറം ചുവപ്പായി മാറി. സുമ്മ ഊക്കിദ അലന്നാരി അൽഫസന, വീണ്ടും 1000 വർഷം നരകത്തെ കത്തിക്കപ്പെട്ടു. ഹത്തബിയലത്ത്, നരകത്തിൻ്റെ നിറം വെളുപ്പായി മാറി. സുമ്മ ഊക്കിദ അലന്നാരി അൽഫസന, പിന്നീടും 1000 വർഷം നരകത്തെ കത്തിക്കപ്പെട്ടു. ഹത്തസ്വദ്ദത്ത്, നരകത്തിൻ്റെ നിറം കറുപ്പായി മാറി. എങ്ങനത്തെ കറുപ്പ്? അടുത്ത് നിൽക്കുന്ന 2 പേർ തമ്മിൽ കണ്ടുമുട്ടാൻ കഴിയാത്ത കറുത്ത തീ. നമുക്ക് ഊഹിക്കാൻ കഴിയുമോ? ഇതൊക്കെ മായാവി കഥകളല്ലല്ലോ, കെട്ടുകഥകളല്ലല്ലോ. ഒരിക്കൽ പോലും കള്ളം പറയാത്ത നാവിൻ്റെ ഉടമ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതല്ലേ. ഹത്തസ്വദ്ദത്ത്, ഇരുളുകൾ കൊണ്ട് മുറ്റിപ്പോയ കറുത്ത അഗ്നിയാണ് നരകത്തിൻ്റെ തീ. അടുത്തടുത്ത് നിൽക്കുന്ന 2 പേർക്ക് തമ്മിൽ കാണാൻ പോലും കഴിയില്ല. അത്രയും ഭയാനകമായ നരകത്തിൻ്റെ മോചനത്തിൻ്റെ 10 ദിവസങ്ങളാണ് കടന്നു വരുന്നത്. നരകത്തെക്കുറിച്ച് പറയുന്നു, ലഹാ സബഅതു അബ്വാബ്, നരകത്തിന് 7 വാതിലുകളുണ്ട്. 7 വാതിലുകൾ. ഈ 7 വാതിലുകളിൽ കൂടി 7 വിഭാഗം ആളുകളാണ് കടന്നു പോവുക. എല്ലാ വാതിലുകളെക്കുറിച്ചും പറയുവാൻ നമുക്ക് സന്ദർഭമല്ലാത്തത് കൊണ്ട് അതിൽപ്പെട്ട ഒരു വാതിലിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഏതാണ് ആ വാതിൽ? ആ വാതിലിനെക്കുറിച്ച് പറയുന്ന പേര് ലള എന്നാണ്. ലള, ഇന്നഹാ ലള നസ്സാഅത്തൻ ലിശ്ശവ, പരിശുദ്ധ ഖുർആൻ പറയാണ്, ഇന്നഹാ ലള. ലള എന്ന് പറയുന്ന ഒരു വാതിൽ നരകത്തിനുണ്ട്. ലള എന്ന് പറയുന്ന വാതിലിലൂടെ കടന്നു പോകുന്നത് അനാഥകളെ അപഹരിക്കുന്നവരാണ്, അവരുടെ സമ്പത്തിനെ അപഹരിക്കുന്നവരാണ്, അനാഥകളെ സംരക്ഷിക്കാത്തവരാണ്. പ്രിയമുള്ളവരെ, ആരാണ് അനാഥർ? നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഒരാൾക്ക് വാപ്പയില്ലെങ്കിലും അവരനാഥരാണ്, ഉമ്മയില്ലെങ്കിലും അനാഥരാണ്. യഥാർത്ഥത്തിൽ യതീം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അവൻ്റെ പിതാവ് മരണപ്പെട്ടാൽ അവനാണ് യതീം. ഉമ്മ മരണപ്പെട്ടാൽ യതീം ആവുകയില്ല. വാപ്പ ഒളിച്ചോടിപ്പോയി, നാട്ടിലില്ല, എവിടെയോ പോയി, അറിയില്ല, വർഷങ്ങളായി, യതീം ആവുകയില്ല. യതീമാകണമെങ്കിൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് വാപ്പ മരണപ്പെട്ടു പോയവരാണ് യതീമീങ്ങൾ. ഇന്ന് ധാരാളം യതീം ഖാനകൾ നടക്കുന്നുണ്ട്, യതീം സംരക്ഷണ സമിതികൾ നടക്കുന്നുണ്ട്. പലരും യതീമീങ്ങൾക്ക് വേണ്ടിയുള്ള നേർച്ചകൾ അവിടെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പക്ഷേ അവിടെയൊന്നും യതീമീങ്ങൾ യഥാർത്ഥത്തിലുണ്ടാവുകയില്ല. അഗതികൾ അനാഥകളല്ല എന്ന് മനസ്സിലാക്കണം. വാപ്പ നിർധനനായതിൻ്റെ പേരിൽ ആരും അനാഥകളാവുകയില്ല, യതീം ലിസ്റ്റിൽ പെടില്ല. യതീം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് വാപ്പ മരണപ്പെട്ടവരാണ്.
ഇന്ന് യതീം മക്കളുടെ വിവാഹം നടക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഭാഷാപരമായി ആ പ്രയോഗം തെറ്റാണ്. അവരെ സഹായിക്കണം എന്നല്ല, ഭാഷാപരമായി ആ വാക്ക് തെറ്റാണ്. യതീമായ പ്രായപൂർത്തിയാകാതെ ആരുടെയും വിവാഹം സാധാരണഗതിയിൽ നടക്കില്ല ഇന്നത്തെ കാലത്ത്. ഒരാൾ പ്രായപൂർത്തിയായാൽ യതീം എന്ന ലിസ്റ്റിൽ നിന്നും പുറത്തായി. പിന്നെ എങ്ങനെ അനാഥ മക്കളെ വിവാഹം കഴിപ്പിക്കാൻ പറ്റും? അനാഥരായിരുന്ന മക്കളുടെ വിവാഹം എന്നതാണ് ഭാഷാപരമായി അതിൻ്റെ ശരി. എന്തുമാകട്ടെ, യതീമിന് വലിയ സ്ഥാനമാണ് പരിശുദ്ധമായ ദീൻ കൊടുത്തത്. നബി തങ്ങൾ തൻ്റെ 2 കൈകൾ ഒരൽപ്പം മാത്രം അകലത്തിൽ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, അന വകാഫിൽ യതീമി ഫിൽ ജന്നത്തി ഹാകദാ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവരും നാളെ സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന്, അഥവാ ചേർന്നിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. യതീമിൻ്റെ സ്ഥാനം എന്താ? യതീമിൻ്റെ മഹത്വം എത്രയാണ്? മഹാനായ സയ്യിദു ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിലേക്ക് പോവുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയിരുന്നു. ആകെ ഹംസ റളിയല്ലാഹു അൻഹുവിനുള്ളതൊരു മകൾ മാത്രമാണ്. ഉഹദിലേക്ക്, യുദ്ധത്തിലേക്ക് സ്വഹാബാക്കൾ പോകുന്നതിന് മുമ്പ് മക്കൾക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കും. എന്തിനാണെന്നറിയോ? യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഇവരുടെ വാപ്പമാരെ, യുദ്ധത്തിന് പോയവരെ സ്വീകരിക്കാൻ നിൽക്കണം. ഹംസ റളിയല്ലാഹു അൻഹുവും മകൾക്ക് നല്ല വസ്ത്രമൊക്കെ വാങ്ങിക്കൊടുത്ത് മകളോട് യാത്ര പറഞ്ഞ് ഉഹദിലേക്ക് പോയി. നമുക്കറിയാം, ഉഹദിൻ്റെ വിരിമാറിൽ വളരെ വളരെ വേദനാജനകമായ രൂപത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയാണ്, കൊലപ്പെടുകയാണ്. അവിടുത്തെ വയറ് കീറി കുടൽമാലകൾ പുറത്തിട്ട് കരൾ ചവച്ച് തുപ്പുന്ന രൂപത്തിൽ ഹിന്ദ് എന്ന പെണ്ണ് ചെയ്ത പ്രവൃത്തി നമുക്കറിയാം. ഹംസ റളിയല്ലാഹു അൻഹു ഇന്ന് ഉഹദിൽ പോയാൽ ഉഹദിൻ്റെ രാജകുമാരനായ ഉഹദിൻ്റെ മധ്യഭാഗത്ത് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും ഒരുമിച്ച് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും ഉഹദിൽ നിന്നിട്ടും മദീനയിലേക്ക് തിരിച്ചു. മദീന മുഴുവനും ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. കുട്ടികൾ ആ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് അവരുടെ വാപ്പമാരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഓരോ കുട്ടികളും അവരുടെ വാപ്പമാർ വരുന്നത് കണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു. തങ്ങളുടെ മക്കളെ കാണുന്ന സ്വഹാബികൾ എടുത്ത് ചുംബനം നൽകി സ്വീകരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ വാപ്പമാരെ തേടി കണ്ടുപിടിക്കുകയാണ്. ഒരു പെൺകുട്ടിക്ക് മാത്രം തൻ്റെ വാപ്പയെ കാണാതെ ആ പെൺകുട്ടി കരയുകയാണ്. പലരുടെയും മുഖത്തേക്ക് ആ ചെറിയ കുട്ടി മാറി മാറി നോക്കുന്നുണ്ട്. പലരോടും വിതുമ്പി കരഞ്ഞുകൊണ്ട് ആ കുട്ടി ചോദിക്കുന്നുണ്ട്, എൻ്റെ വാപ്പയെ കണ്ടോ, എൻ്റെ വാപ്പയെ കണ്ടോ എന്ന്. ആ കുട്ടിയുടെ വാപ്പ യഥാർത്ഥത്തിൽ ആ തിരിച്ചു വന്ന സംഘത്തിൻ്റെ കൂടെയില്ല, ഉഹദിൽ മരണപ്പെട്ടു. അവസാനം തൻ്റെ വാപ്പയെ കാണാതെ ആ കുട്ടി പൊട്ടി കരയുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ട് കാരുണ്യത്തിൻ്റെ തിരുദൂതർ ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് അന്വേഷിക്കുകയാണ്, ഇതാരുടെ കുട്ടിയാണ്, ആരുടെ മോളാണ്, അവൾ എന്തിനാണ് കരയുന്നത്? സ്വഹാബാക്കൾ നബിയോട് പറഞ്ഞു, നബിയെ, ഇത് അങ്ങയുടെ പിതൃവ്യനായ, അങ്ങയുടെ കൊച്ചാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടത്തോടുകൂടി ആ പൊന്നുമോളുടെ അടുക്കലോട്ട് കടന്നു ചെല്ലുകയാണ്. ആ പൊന്നുമോളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആ പൊന്നുമോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചു, എന്തിനാണ് പൊന്നുമോളെ നീ കരയുന്നത്? ആ പൊന്നുമോള് പറഞ്ഞു, തങ്ങളെ, എൻ്റെ വാപ്പയെ കാണാനില്ല. ഉഹദിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിത്തന്ന് തിരിച്ചു വരുമ്പോൾ കാത്തിരുന്ന് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ വാപ്പച്ചിയെ ഞാൻ കാണുന്നില്ല. ബാക്കി എല്ലാവർക്കും അവരുടെ വാപ്പയെ കിട്ടി, എൻ്റെ വാപ്പ എവിടെ പോയി? എന്തു പറയണമെന്നറിയാതെ വിതുമ്പിക്കൊണ്ട് ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പൊന്നുമോളെ തൻ്റെ മാറോട് ചേർത്ത് നിർത്തി. ആ പൊന്നുമോള് വീണ്ടും നബിയോട് ചോദിക്കുക, നബിയെ, എൻ്റെ വാപ്പ എവിടെ? തിരിച്ചു വരുമ്പോൾ എനിക്ക് വാങ്ങിത്തന്ന നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്, എൻ്റെ വാപ്പ എവിടെ?
വിതുമ്പുന്ന ചുണ്ടുകളോട് തപിക്കുന്ന ഹൃദയത്തോടുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, പൊന്നുമോളെ, നിൻ്റെ വാപ്പയെ ഇനി നിനക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം. ആ ചെറിയ കുട്ടിക്ക് നബിതങ്ങൾ പറഞ്ഞതെന്താണെന്ന് മനസ്സിലായില്ല. അവസാനം ആളുകൾ ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായ എന്ന വർത്തമാനം ആ കുട്ടിയുടെ കാതുകളിൽ കേൾക്കുകയാണ്. ആ കുട്ടി നബിയോട് എല്ലാ സങ്കടങ്ങളുടെയും ഭാണ്ഡക്കെട്ടുകൾ നാം അഴിക്കുന്ന ആ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ കുട്ടിയും പറഞ്ഞു, നബിയെ, എനിക്ക് ഉമ്മയില്ല, എൻ്റെ വാപ്പയും ഇപ്പോൾ ഉഹദിൽ ഷഹീദായി മരണപ്പെട്ടു, എനിക്കാരുമില്ലല്ലോ, ഞാൻ ആരെ കാണിക്കുവാനാണ് ഈ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറിയ പെൺകുട്ടി, ആ പൊന്നുമോൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ റസൂൽ അവളെ ചേർത്ത് തന്നിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോളെ, ഇന്നു മുതൽ നിൻ്റെ വാപ്പ അള്ളാഹുവിൻ്റെ റസൂലായ ഈ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, അനാഥരോട് അള്ളാഹുവിൻ്റെ റസൂൽ എത്ര കാരുണ്യം കാണിച്ചു, എത്രത്തോളം അവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറായി. ഈ അനാഥകളെ സംരക്ഷിക്കാത്തവർ, അവരുടെ സ്വത്തുക്കൾ അപഹരിക്കുന്നവർ, അവർ ചെറിയ കുട്ടികളായതിൻ്റെ പേരിൽ അവരുടെ അനന്തര സ്വത്തുക്കൾ അപഹരിക്കുന്നവർ, ഇത്തരം ആളുകൾ നരകത്തിൻ്റെ 7 വാതിലുകളിൽ ഒന്നായ ലലാ എന്ന് പറയുന്ന വാതിലിലൂടെ നരകത്തിൽ പ്രവേശിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അള്ളാഹു നമ്മുടെ മക്കൾ അനാഥരാകുന്നതിനെ തൊട്ട് കാക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ അനാഥരായാൽ നാളെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൻ്റെ മുമ്പിൽ പ്ലേറ്റും പിടിച്ചുകൊണ്ട് ആഹാരത്തിന് വേണ്ടി നിൽക്കേണ്ട ഗതികേട് വന്നാൽ, ആരൊക്കെ നോക്കാനുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നോക്കുന്നത് പോലെ നമ്മുടെ പൊന്നുമക്കളെ നോക്കാൻ ആരാണുള്ളത്? അള്ളാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും തന്ന് നമ്മുടെ മക്കൾ അനാഥരാകുന്നതിനെ തൊട്ട് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അനാഥ സംരക്ഷണം ഇസ്ലാം ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമലായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അനാഥകളെ സംരക്ഷിക്കണം. അവരുടെ കണ്ണുനീര് വീഴുന്നത് നമുക്ക് ശാപമായിട്ട് ഭവിക്കും. അതുകൊണ്ട് അനാഥ സംരക്ഷണം നടത്തുകയും അവരുടെ ഒരു സ്വത്ത് പോലും എടുക്കുന്നത്, ഒരു നയാ പൈസ നമ്മുടെ സമ്പത്തിൽ കടന്നുകൂടുന്നത്, അവരെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയാത്തത് നമ്മളെ നരകത്തിലെത്തിക്കുന്ന വാതിലാണെന്ന് മനസ്സിലാക്കണമെന്ന് ഈ നരകമോചനത്തിൻ്റെ 10-ൽ, ഈ അവസാന 10-ൽ അനാഥകളെ സംരക്ഷിക്കണമെന്ന്, അനാഥകളെ ചേർത്ത് നിർത്തണമെന്ന്, അവരുടെ സ്വത്തിൽ നിന്നും ഒന്നും അപഹരിക്കരുതെന്ന് വളരെ വിനീതമായി പറഞ്ഞുകൊണ്ട് അനാഥ സംരക്ഷണത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.